നെല്ലിൽ തന്നെ പല പല വെറൈറ്റികളുണ്ട്. ഉണ്ണാൻ പറ്റുന്നതുണ്ട്. നമ്മൾ പുട്ടും അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിക്ക് പറ്റുന്ന രീതിയിലുള്ള നെല്ലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് വേണം ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ കാർഷിക ഇതിൽ പറഞ്ഞാൽ പാലക്കാടൻ രീതി ഒന്നാണ്, വയനാടൻ രീതി ഒന്നാണ്, കുട്ടനാടൻ രീതി ഒന്നാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോയാൽ വേറൊരു രീതിയാണ്. അപ്പം നമ്മുടെ ഇവിടെ തന്നെ പല രീതിയിലുള്ള കൃഷി രീതികളാണ്. എന്നാലും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ വിജയം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവൻ അത് കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പോവുക. ചിലപ്പോൾ അവന് സാമ്പത്തിക നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ, പക്ഷേ സാമ്പത്തികം ഒരു വലിയ ഘടകമാണ്. കാരണം സാമ്പത്തികം കിട്ടിയാലല്ലേ അവന് ഇതൊരു തൊഴിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാർഷിക വൃത്തിയിലെ ഇപ്പം പച്ചക്കറികളാവട്ടെ എല്ലാം നമ്മൾ ഈ വിഷമടിച്ചതുമൊക്കെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ നമ്മുടെ ഭാഗത്തുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വിഷമമാണ്. ഞാൻ ആ സ്ഥലത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ഇനി അവർക്കൊരു വിഷമം ഉണ്ടാക്കണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറയാത്തത്. അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ കാർഷിക ചെയ്യുന്ന സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് വളരെ വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് പുതുതലമുറ ആയുസ്സും ആരോഗ്യത്തോടെ ഭക്ഷണം യഥാവിധി നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക, നമുക്ക് പണ്ട് പറഞ്ഞ ഭക്ഷ്യ സംസ്കാരമല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ ഒന്ന് മാറ്റി നമുക്ക് നല്ലൊരു ഭക്ഷ്യ സംസ്കാരമുണ്ട്. അത് തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പുതുതലമുറയും പഴയ തലമുറയും അതിന് ഒന്നിച്ചു നിന്ന് എവിടെയെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പുതുതലമുറയാണേലും ഒരു മാസം അല്ലെ 2 മാസം അവൻ നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവന് ഇച്ചിരി ചോറ് കഴിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കണമെന്ന് ആഗ്രഹം വരും. ഒരു ആഗ്രഹം പുതുതലമുറയ്ക്ക് കൂടുതലുണ്ടാവട്ടെ. കൂടുതൽ ഇത് ശക്തമാകുവാൻ, കാർഷിക രംഗം കേരളത്തിൽ കൂടുതൽ സജീവമാകുവാൻ എന്നെപ്പോലുള്ളവരുടെ ചില ഇടപെടലുകൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലാണ് ഞാൻ കൃതാർത്ഥൻ. അതിനുവേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. ഇനിയും അതിനുവേണ്ടി മുന്നോട്ട് പോകുവാനാണ് എൻ്റെ ആഗ്രഹം.